കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമല്ലോ അല്ലേ? ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് വാവിൻ്റെ ഒരു സദ്യ ഒരുക്കലാണ്. സദ്യ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഉള്ള സദ്യയല്ല, എന്നാലും ഒരു ചെറിയ രീതിയിലൊരു സദ്യയാണ് കേട്ടോ. വാവിൻ്റെ തലേ ദിവസം എല്ലാവരും വ്രതമൊക്കെ എടുക്കും. മീനും ഇറച്ചിയൊന്നും അന്ന് നമ്മുടെ വീട്ടിൽ കയറ്റത്തില്ല. എന്നിട്ട് പിറ്റേ ദിവസം കടൽ പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ മീനും ഇറച്ചിയും മറ്റ് വിഭവങ്ങളൊക്കെ കൂട്ടി ഒരു സദ്യ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ബീഫിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കുറേശ്ശെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടി ഒരു അരമണിക്കൂർ അതിൽ നിന്ന് പിടിക്കാൻ വേണ്ടി വെക്കണം. അങ്ങനെ ഇതെല്ലാം ചേർത്ത് ഞാൻ കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തൊന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ സവാളയും തക്കാളിയും ചുവന്നുള്ളിയും ഒക്കെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇതിന് വേണ്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ മിക്സിക്കകത്തുനിന്ന് അടിച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. തക്കാളി അരിഞ്ഞൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കുക്കർ എടുത്ത് വെക്കാം. ഞാനിത് കുക്കറിനകത്താണ് ബീഫ് ആദ്യം ഒരു 6-7 വട്ടം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബീഫിന് നല്ല വേവുള്ളതല്ലേ, അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് തന്നെ അടിച്ചെടുത്ത് വെച്ചാൽ അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കുക്കർ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പിലയും പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കണം കേട്ടോ. പെരിഞ്ചീരകം കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു 6-7 വിസിൽ വരുന്നിടം വരെ അത് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കുക്കർ അടച്ച് കൊടുത്തു അതവിടെ നിന്ന് വേകട്ടെ. അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ ചോറ് വെക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചായിരുന്നേ. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അരി വേകുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റു കറികളൊക്കെ തയ്യാറാക്കാം. ഞാനിവിടെ പരിപ്പ് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറുപയർ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പയറെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇറക്കി വെക്കാം. അപ്പോഴേക്കും മീൻ കൊണ്ടുവന്ന് എനിക്ക് ചെങ്കലവയാണ് ഇവിടെ കിട്ടിയത് കേട്ടോ. ചെങ്കലവ കിളിമീൻ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് അത് ഇതിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി മീനെല്ലാം ഒന്ന് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ മീനെല്ലാം ഞാനിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്,
കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ എണ്ണ, ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ വറക്കാനുള്ള മീനെല്ലാം നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കുവാൻ വേണ്ടി പാൻ എടുത്ത് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കറിവേപ്പില അതിലേക്ക് നിരത്തിയിട്ട് അതിൻ്റെ പുറത്താണ് ഈ മീൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ആ മീനിൻ്റെ കൂടെ അത് കഴിക്കാൻ നല്ലൊരു രുചിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത മീൻ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് മറുവശം കൂടി നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ മീനൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. പരിപ്പ് നമ്മൾ കുക്കറിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചുവന്നുള്ളിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇവിടുന്ന് വേകട്ടെ. അപ്പോഴേക്ക് നമുക്ക് നേരത്തെ എല്ലാം വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ പാത്രം എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറില്ല, ഞാനിവിടെ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും എണ്ണ വളരെ കുറച്ചാണ്. എത്രയും എണ്ണ കുറയ്ക്കാവോ അത്ര എണ്ണ കുറച്ചാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ. ഇതിലേക്ക് വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇളക്കിയിട്ട് ബാക്കി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് പച്ചമണം മാറി എന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി നല്ലതുപോലെ ഒന്നിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലപ്പൊടി, ഇതൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ച് വെക്കത്തില്ലേ ഗരം മസാലപ്പൊടി, അതിൻ്റെ ഒരു നുള്ളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് ഈ ബീഫിനൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ ഈ മസാലകളെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നല്ലതുപോലെ ആ ബീഫിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഈ ബീഫിനെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളക് പൊടിയാണല്ലോ. മസാലയും കുരുമുളക് പൊടിയല്ലേ ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് റെഡിയാകാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-3 ഏലക്ക പൊട്ടിച്ചതും പിന്നെ ഞാൻ വയണയില ഇലയുണ്ട്, അത് ഞാൻ 2 കഷ്ണം ചേർക്കുന്നുണ്ട്. ഇത് പ്രത്യേക മണം കിട്ടാൻ വേണ്ടിയാണിത് കേട്ടോ. ഇങ്ങനെ ചേർക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി അത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി വെക്കണം.
ഈ കറിയിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ഒരു തോരനും കൂടി വെക്കണേ. അതിനായിട്ട് ഞാൻ ബീട്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തേങ്ങയും സവാളയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ അരിഞ്ഞ് കറിവേപ്പിലയും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. തോരൻ റെഡിയാക്കാനായിട്ടൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ചെറിയ തീയിലത് വേകാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തോരൻ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇവിടെ പരിപ്പെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ജീരകവും തേങ്ങയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തരച്ച ഒരു കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെക്കണം. എന്നിട്ട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ഇറക്കി വെക്കാം. ചെറുപയറിൻ്റെ പരിപ്പ് വെച്ച് ഞാൻ പരിപ്പുണ്ടാക്കിയത് കൊണ്ടാണ് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തത്. ഞാൻ തോരപ്പരിപ്പ് വെച്ചാണ് വെക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് കടുക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. പരിപ്പുള്ളപ്പോൾ എന്തായാലും പപ്പടം വേണം അല്ലേ. അങ്ങനെ 2-3 പപ്പടം വറക്കാമെന്ന് കരുതി ഞാൻ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് 3-4 പപ്പടവും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് ഞാൻ തയ്യാറാക്കിയെടുത്ത ഒരു വാവിൻ്റെ സദ്യയാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓടി നടന്ന് ടെൻഷൻ അടിച്ച് ഞാൻ കൃത്യസമയത്ത് തന്നെ വാവിൻ്റെ സദ്യയൊക്കെ ഒരുക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ കുറച്ച് താമസിച്ചു പോയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.